എൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്കൂളിലായിരുന്നു. അവിടെ എൻ്റെ ക്ലാസ്സിൽ വെറും 3 കുട്ടികൾ, ആൺകുട്ടികൾ മാത്രമാണ് മുസ്ലിംസ് അല്ലാത്തത് ഉണ്ടായിരുന്നുള്ളത്. അവിടെ എങ്ങനെയാണ് യൂണിഫോം ധരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലം ആയിക്കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളും, ഈ 3 കുട്ടികളും അവർ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ കറുത്ത മുണ്ട് ധരിച്ച്, കഴുത്തിൽ മാല ധരിച്ച്, ഷോൾ ധരിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരാറുള്ളത്. തലേ ദിവസം വരെ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള രീതിയിൽ പരസ്പരം തെറിവിളിച്ചും അടിപിടിച്ചും ഒക്കെ കഴിഞ്ഞ കുട്ടികളായിരിക്കും. പക്ഷേ മാല ധരിക്കുന്നതോടുകൂടെ അവർ പ്രത്യേകം സ്വാമി എന്ന് വിളിച്ച് റെസ്പെക്റ്റ് കൊടുത്ത് പേര് പോലും വിളിക്കാത്ത രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു കാഴ്ചയാണ് അത്തരത്തിലൊരു ബോധം അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. അവരങ്ങനെ യൂണിഫോമിൽ നിന്ന് മാറി മുണ്ട് ധരിച്ച് വരുന്നതിൽ അവിടുത്തെ മാനേജ്മെൻറ്റിനോ അധ്യാപകർക്കോ സ്കൂളിലെ കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പല വിധത്തിലുള്ള മതവിശ്വാസം ഉണ്ടാവും. അതുപ്രകാരം അവരുടെ വിശ്വാസാചാരത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നു എന്നുള്ളത് ആൾക്കാർക്കൊരു പുതുമേ ഉണ്ടായിരുന്നില്ല, അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു സംഭവ വികാസം വളരെയധികം വേദനിപ്പിക്കുന്ന, ഒരു കുട്ടി അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തട്ടം ധരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് ഇടുങ്ങിപ്പോയി എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ്. ആളുകൾ ചോദിക്കുന്നത് സ്കൂളിൽ എന്തിനാണ് മതവിശ്വാസം പാലിക്കുന്നത്, അവിടെ തട്ടയച്ച് വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ പോരെ എന്നുള്ളതാണ്. പക്ഷേ മതവിശ്വാസം എന്ന് പറയുന്നത് അതൊരു ജീവിത രീതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. സ്കൂളിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോഴോ അയച്ചു വെച്ചിട്ട് മാറ്റി വെക്കാനുള്ളതല്ല വിശ്വാസ രീതി എന്ന് പറയുന്നത്. മറിച്ച് അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ അവരുടെ വിശ്വാസ രീതിയെ മാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ പിന്നിൽ തൊളിച്ചിരിക്കുന്ന ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കൊയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഇതിൻ്റെ പിന്നിലുണ്ട്. അവിടെ ലക്ഷ്യം വോട്ടാണ്. പഞ്ചായത്ത് ഇലക്ഷന്, നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് സമുദായത്തെയും സമൂഹത്തെയും തമ്മിലടിപ്പിച്ചിട്ട് ഇത്തരത്തിൽ വർഗീയ വിവേചനം നടത്തിയിട്ട് വോട്ട് പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നലെയും ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സാമൂഹികവും മതേതരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വിശ്വാസാചാരങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.